ഈ ED നടപടിക്ക് ശേഷം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളിൽ കാണുന്ന സഹാവ് പിണറായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി കമാന്നൊരു വാക്കുകൊണ്ടെങ്കിലും നരേന്ദ്രമോദി എന്നൊരു പേര് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ED എന്ന BJP ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസി നടപടി സ്വീകരിക്കുമ്പോൾ CPM-ഉം അവരുടെ പ്രവർത്തകരും വിമർശനം ഉയർത്തേണ്ടത് ആർക്കെതിരെ ആയിരിക്കണം? സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെയും മോദിയെയും BJP-യെയുമായിരിക്കണം വിമർശിക്കേണ്ടത്. പക്ഷേ സംഭവിക്കുന്നത് അതിന്റെ പൂർണ്ണ വിപരീതമാണ്. BJP-ക്കെതിരെ മുദ്രാവാക്യം വിളിക്കാതെ, അവരുടെ പോസ്റ്ററുകളോ ബാനറുകളോ കീറാതെ, ഈ അന്വേഷണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ലക്ഷ്യമാക്കി ആക്രമണ രാഷ്ട്രീയമാണ് CPM നടത്തുന്നത്. കേരളത്തിലെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് ബാനറുകളും പോസ്റ്ററുകളും വലിച്ചു കീറുന്ന പ്രതിഷേധ കാഴ്ചകളാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളും പ്രസ്താവനകളുമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സാധാരണ രാഷ്ട്രീയ പ്രതികരണമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ധാരണകളുടെയോ ഡീലിന്റെയോ ഭാഗമാണോ? കേരള ജനത ഇന്ന് അതാണ് ചിന്തിക്കുന്നത്. BJP-യെ വിമർശിക്കാതെ കോൺഗ്രസിനെ ആക്രമിക്കുന്ന ഈ രാഷ്ട്രീയ സമീപനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അതിന്റെ ഉത്തരം CPM നേതൃത്വം തന്നെയാണ് കേരളത്തോട് തുറന്നു പറയേണ്ടത്. ഈ ED നടപടിക്ക് ശേഷം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളിൽ കാണുന്ന സഹാവ് പിണറായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി കമാന്നൊരു വാക്കുകൊണ്ടെങ്കിലും നരേന്ദ്രമോദി എന്നൊരു പേര് പറഞ്ഞു. നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, എന്നിട്ട് പറയാ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണും. എന്നിട്ട് ഈ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടി സഖാക്കൾ അവർ ED-യെയും പേടിയില്ല മോഡിയെയും പേടിയില്ല എന്ന് വിളിക്കേണ്ടതിന് പകരം ED-യെയും പേടിയില്ല VD-യെയും പേടിയില്ല എന്നാണ് പറയുന്നത്. എന്ത് ഗതികേടാണ് ഇവരെ സംബന്ധിച്ച്? ആരുടെ കൺട്രോളിലാണെന്ന് ED ഉള്ളത്? കേന്ദ്ര അന്വേഷണ ഏജൻസി ആരുടെ കൺട്രോളിലാണ്? അത് കേന്ദ്ര സർക്കാരിന് കൺട്രോളിലാണ്. അപ്പൊ അനിയന്ത്രിതമായി അന്യായമായി ഈ ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന ബോധ്യമാണ് ഇവർക്കുള്ളതെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത്, അവർ അടിച്ചു തകർക്കേണ്ടത്, അല്ലെങ്കിൽ അവർ പൊതുമുതൽ നശിപ്പിക്കേണ്ടതിന് പകരം അവരുടെ സമരം ഏകീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ്. അവരുടെ സമരനായകൻ സംസാരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. എന്തുകൊണ്ട് ആ ഒരു സംസാരം ഉണ്ടാവാത്തെ? രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി. രാഹുൽ ഗാന്ധിക്ക് എന്ത് സന്തോഷം? രാഹുൽ ഗാന്ധി ഏതാണ്ട് 50 മണിക്കൂർ 60 മണിക്കൂർ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്ന പത്രകഷണത്തിന്റെ പോലും തെളിവില്ലാത്തൊരു കേസിൽ പോയി ഇവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വാഹനം തല്ലി തകർക്കുകയും, അവിടെ ഡൽഹിയിലാണല്ലോ ഈ അന്വേഷണം നടന്നത്, അതുകൊണ്ട് ഡൽഹി സർക്കാരിനെ 2 തെറി വിളിച്ചേക്കാം എന്നോർത്ത് വർത്തമാനം പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കൃത്യമായി ആ വിഷയത്തെ പറ്റി സംസാരിക്കുകയാണ് ചെയ്തത്. ഐ ഓഫ് BJP ആണ് എന്നാണ് ഞങ്ങൾ പിണറായി വിജയനെ എല്ലാ കാലത്തും കണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആ കാര്യത്തിൽ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒറ്റ വാക്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ അന്വേഷണ ഏജൻസികൾ എത്ര കേസുകൾ കേരളത്തിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ? ആ അന്വേഷണ ഏജൻസികൾ തൃശ്ശൂരിലെ ഇലക്ഷൻ വരെ, ഈ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന അന്വേഷണ ഏജൻസികൾ ഇലക്ഷന്റെ തലേദിവസം കയറിപ്പോയി. അവിടെ ഒരു MP ഉണ്ടായി, പിന്നീട് ആ അന്വേഷണ ഏജൻസി അവിടെ കണ്ടിട്ടില്ല. ഇനി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയ സ്ഥലമാണ് CM-ന്റെ ഓഫീസ്. അവിടെ ആയിരുന്നു ആരുണ്ടായിരുന്നത്? ഈ പറയുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നത്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ടും ശിവശങ്കരൻ, താങ്ക് യു ശിവശങ്കരൻ ഉണ്ടായിരുന്നു, ശ്രീ നിഷാദ്. എന്നിട്ടും അവിടെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് അന്വേഷണ ഏജൻസി എത്തിയില്ലല്ലോ. ഒരു ക്രൈം ഉണ്ടായാൽ ഏറ്റവും ആദ്യം അന്വേഷണം നടക്കേണ്ടത് പ്ലേസ് ഓഫ് ഒക്കറൻസിലല്ലേ? എന്താണ് അവിടെ എത്താഞ്ഞത്? അപ്പൊ അധികാരത്തിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പൊ തൃശ്ശൂർ സീറ്റ് വെച്ച് ഗവർണറുമായിട്ടുള്ള ചില ചക്കളത്തി പോരാട്ടം നടത്തിക്കൊണ്ട് മറ്റും പലതവണയും ഇവര് രക്ഷപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അവർക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ED ഇന്ത്യയിലാകെ ഈ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാ വേട്ടയാടുന്നത്? DK ശിവകുമാർ ജയിലിൽ കിടന്നില്ലേ? ഇല്ലേ? ഏത് കേസിലാ? അതിനുശേഷം കോൺഗ്രസ് നേതാക്കളിൽ പലരെയും ഭീഷണിപ്പെടുത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോയി വൈറ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ട് പൂശിയെടുത്തില്ലേ?
CPM നേതാക്കൾ വലിയൊരു പോണ്ട വന്നില്ലേ? അതുപോലെയാണോ ഇവിടുത്തെ കേസ്? ഇവിടുത്തെ കേസിൽ ഇന്നലെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി അവരോട് അന്വേഷണം തുടരാമെന്ന് പറഞ്ഞത്. എടുത്തു ചാടി ധൃതിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു സെർച്ച് എന്തിനാണ് നടത്തിയെന്ന് ED ആണ് വിശദീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ സെർച്ച് നടത്താൻ സാധിച്ചിട്ടില്ല. ആ കേസ് പബ്ലിക് പെർവ്യൂവിലും ഈ അന്വേഷണത്തിന്റെ പെർവ്യൂവിലും വന്നിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പ്രതികൾ എന്ന് ED പറയുന്ന പ്രതി ഇറക്കപ്പെടുന്നവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ED എന്നല്ല ഏത് പൊട്ടനും അറിയാം അവിടേക്ക് പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. ഇപ്പൊ നിഷാദിനോ എനിക്കോ ഇരുന്ന് ആലോചിച്ചറിയില്ലേ, ഈ കേസ് പബ്ലിക് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ സർവൈലൻസിലേക്ക് വന്നിട്ട് 4 മാസം 5 മാസം 1 വർഷത്തോളം ഓവറായി. അതേ പ്ലേസിൽ തന്നെ പോയി വീണ്ടും അന്വേഷിച്ച അവിടെ നിന്ന് എന്ത് എവിഡൻസ് കിട്ടാനാണ്? ഈ കേസിന്റെ പ്രഥമ പ്രശ്നം എന്താ? 2.87 കോടി രൂപ എക്സാലോജിക്കിന് കിട്ടി. എന്തിനാ കിട്ടിയെന്ന് ഇവര് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അതപ്പോ ഇന്നത്തെ ED റെയ്ഡ് CPM സഹായിക്കാനാണെന്നാണ് താങ്കൾ പറയുന്നത്? പിന്നെ അല്ല, ഞാൻ പിണറായി വിജയനെ പണ്ടൊക്കെ വില കുറച്ച് കണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇന്ന് അതിശയപ്പെടുകയാണ്. ED കൊണ്ട് സാധാരണ മോഡി രാഷ്ട്രീയ പാർട്ടികളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ED കൊണ്ട് അദ്ദേഹത്തിന്റെ PR വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നിസ്സാരക്കാരനാണോ? ഇതുവരെ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അവരുടെ മുഴുവൻ സംഘടനാ സംവിധാനത്തെ ഒറ്റയടിക്ക് ഊർജിതപ്പെടുത്താൻ പറ്റിയെങ്കിൽ മിനിഞ്ഞാന്ന് വരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോയിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മൂരാച്ചി എന്ന് വിളിച്ച സമര സഖാക്കൾക്ക് തെരുവിലിറങ്ങി പിണറായി വിജയ കണ്ണിലുണ്ണി എന്ന് വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ നിസാര പണിയാണോ നടന്നത്?